നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 2026 നിങ്ങളെ സംബന്ധിച്ച് ഒരു സുവർണ വർഷം തന്നെ ആയിരിക്കും. കാരണം എന്താണ്? നിങ്ങൾക്ക് ജോലി കിട്ടാൻ പോകുന്ന വർഷമാണ് 2026. അതിപ്പോ തന്നെ നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക. 2026 എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞു, അപ്പോയിന്റ്മെന്റ് ലെറ്റർ എനിക്ക് കിട്ടിക്കഴിഞ്ഞു, 2027 ഞാൻ ഫ്രഷ് ആയിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്നു, കിട്ടി എന്ന് തന്നെ മനസ്സിൽ ഉറപ്പിക്കുക. കാരണം എന്താ? 2026 നിങ്ങൾ എഴുതാനിരിക്കുന്ന പരീക്ഷകൾ അത്രത്തോളം വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുന്ന പരീക്ഷകളാണ്. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആയാലും, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയാലും, VFA, ബെഫ്കോ LD, CPO, WCPO, ഫയർമാൻ, അങ്ങനെ പറഞ്ഞാലും കമ്പനി LGS, അങ്ങനെ പറഞ്ഞാലും തീരാത്ത അത്ര പോസ്റ്റുകൾ. 2026 എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഒരു ഗോൾഡൻ ഇറ തന്നെയായിരിക്കും. 2026 LDCയുടെ നോട്ടിഫിക്കേഷനും വരാനിരിക്കുന്നു. ഇനി എന്ത് വേണം? എല്ലാ പരീക്ഷകളും കൂടി വന്ന് കുമിഞ്ഞു നിറയുന്ന വർഷമാണ് 2026. ആ ഒരു വർഷം നിങ്ങൾ പാഴാക്കി കളയരുത്. അപ്പൊ 2026 അടുക്കാൻ ഇനി 2-3 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോഴേ മനസ്സിനെ പറഞ്ഞ് പാകപ്പെടുത്തി വെച്ചേക്കാം. 2026 എനിക്കുള്ളതാണ്, ഞാൻ ഒരിക്കലും ഉഴപ്പത്തില്ല, ഒരു വർഷം ഞാൻ ഒരിക്കലും മിസ്സാക്കി കളയത്തില്ല എന്ന് മനസ്സിൽ ഉറപ്പിക്കുക. ഓക്കെ, അപ്പോ ഞാൻ പറയാൻ വന്നത് 2026 ഫ്രഷ് സ്റ്റാർട്ടോടുകൂടി നമ്മൾ കുറച്ച് പുതിയ ബാച്ച് കോഴ്സുകളുടെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. പ്രത്യേകിച്ച് VFA, ബെഫ്കോ LD ബാച്ച് അടുത്ത ആഴ്ച തന്നെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നു. ഇപ്പോ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ ഉണ്ട്. 10% ഓഫ് നിങ്ങൾക്ക് ഹർഷിതം എഡ്യൂടെക് ആപ്പിലെ എല്ലാ കോഴ്സുകൾക്കും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഇയർ എൻഡ് ഓഫർ നിങ്ങൾ മാക്സിമം ഉപയോഗിക്കുക എല്ലാ കോഴ്സുകൾക്കും. അപ്പൊ അടുത്ത ആഴ്ച തന്നെയാണ് CPO, WCPO, ഫയർമാൻ മുതലായ പരീക്ഷകളുടെ ബാച്ച് കോഴ്സും ആരംഭിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാച്ച് കോഴ്സുകളിലൂടെ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഫുൾ സിലബസ് കവറേജ് ആണ്. പിന്നെ എന്റെ മെന്റർഷിപ്പിൽ തന്നെ വീക്ക്ലി ടൈം ടേബിൾ, Day 1, Day 2 ഡെയിലി ടൈം ടേബിൾ വെച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് പോകുന്നത്. ഒരു ദിവസത്തെ പോർഷൻ തലേ ദിവസം മാത്രമേ ഇട്ട് തരത്തുള്ളൂ. എല്ലാം കൂടെ ഇട്ട് തന്നിട്ട് നിങ്ങളെ കൊണ്ട് പഠിപ്പിക്കുന്ന രീതിയല്ല, കൂടെ നിന്ന് തന്നെ പഠിപ്പിക്കുന്ന രീതിയാണ്. ശനി ഞായറും റിവിഷൻ ആയിരിക്കും. അപ്പൊ തിങ്കൾ മുതൽ വെള്ളി വരെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള പോർഷൻസ് വരുന്നത്. ആ പോർഷൻസിൽ തന്നെ സിലബസ് കവറേജ് ഉണ്ടായിരിക്കും. അതുപോലെ SCRT, പഴയ SCRTയും പുതിയ SCRTയും ഉണ്ടായിരിക്കും. BSc പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സിന്റെ ഡിസ്കഷൻ ഉണ്ടായിരിക്കും. ഷുവർ ഷോർട്ട് കറണ്ട് അഫയേഴ്സും മന്ത്ലി കറണ്ട് അഫയേഴ്സും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വീക്ക്ലി ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ തിങ്കൾ മുതൽ വെള്ളി വരെ ആയിരിക്കും പഠിക്കാനുള്ള പോർഷൻ. ആ ഒരാഴ്ച പഠിച്ച കാര്യങ്ങളുടെ റിവിഷൻ ശനിയും ഞായറും ഉണ്ടായിരിക്കും. ഞായറാഴ്ച രാത്രി പരീക്ഷ. ആ ഒരു രീതിയിലായിരിക്കും പോകുന്നത്. VFA, ബെഫ്കോ LD ബാച്ച് അടുത്ത ആഴ്ച തന്നെ തുടങ്ങുന്നു. CPO, WCPO, ഫയർമാൻ മുതലായ ബാച്ചും അടുത്ത ആഴ്ച തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ബാക്കിയുള്ളൂ. എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്തോളാം. അപ്പോൾ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ 2026 നടക്കാനിരിക്കുന്ന എല്ലാ പരീക്ഷകളുടെയും എല്ലാ ലെവൽ ഓഫ് എക്സാംസിന്റെയും, കമ്പനി LGS ആവട്ടെ, PSC 10th ലെവൽ, 12th ലെവൽ, ഡിഗ്രി ലെവൽ, എല്ലാ ലെവൽ ഓഫ് എക്സാംസിന്റെയും ബാച്ച് കോഴ്സുകൾ അവൈലബിൾ ആണ്. ഡിസ്കൗണ്ട് പ്രൈസിൽ നിങ്ങൾക്ക് ഇപ്പോൾ എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ 2026 എക്സാമിന് വേണ്ടി ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത ആൾക്കാരുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുക. എന്തൊക്കെയാണ്? 1, ലക്ഷ്യബോധം. നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് മനസ്സിൽ കറക്റ്റ് ആയിട്ട് കണക്ക് കൂട്ടി വെക്കുക. ആ ഒരു ചിന്ത മാത്രമേ മനസ്സിലുണ്ടാവൂ. അല്ലാതെ പല ചിന്തകളിൽ ഒന്ന് മാത്രമാണ് എനിക്ക് ജോലി നേടുക എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾ നീണ്ടു പോകും. അപ്പൊ ലക്ഷ്യബോധം ഉണ്ടാവണം, കറക്റ്റ് ഒരു ഫോക്കസ് ഉണ്ടാവണം. ഞാൻ അത് നേടിയെടുക്കാൻ പോവുകയാണ്, അതാണ് എന്റെ ലക്ഷ്യം എന്നൊരു ബോധം നിങ്ങൾക്ക് ഉണ്ടാകണം. രണ്ടാമത്തെ ഫാക്ട് എന്ന് പറയുന്നത് ആസൂത്രണം. എങ്ങനെ ആ ലക്ഷ്യത്തിലേക്ക് എത്താം എന്ന് കറക്റ്റ് ആയിട്ടൊരു പ്ലാനിങ് ഉണ്ടാവണം. അപ്പൊ പ്ലാനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ മത്സര പരീക്ഷകൾക്ക് പ്ലാൻ ചെയ്യുക എന്ന് പറയുന്നത് എങ്ങനെ ക്രാക്ക് ചെയ്യാം, എനിക്ക് ആ ഗോളിൽ എങ്ങനെ എത്താൻ പറ്റും. അപ്പൊ അതിന് വ്യക്തമായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ വേണം. അപ്പൊ സിലബസ് എടുത്തിട്ട് PSC കൂടുതലായിട്ടും ചോദിക്കുന്ന ഏരിയാസ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. അല്ലാതെ കുറച്ച് ചോദ്യങ്ങൾ വരുന്ന ഏരിയാസിന് കൂടുതൽ ടൈം കൊടുക്കേണ്ട ആവശ്യമില്ല. അതിൽ നിന്നും 1-2 ചോദ്യങ്ങൾ, റെയർ ആയിട്ട് ഒരു ചോദ്യമൊക്കെ ചോദിക്കുന്ന ഏരിയാസ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് മുൻവർഷ ചോദ്യങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ, മുൻവർഷ ചോദ്യ പേപ്പറുകൾ അനലൈസ് ചെയ്യുമ്പോൾ ഏതൊക്കെ ഏരിയാസിനാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാകും. അപ്പൊ അങ്ങനെ വ്യക്തമായ ആസൂത്രണം
ആസൂത്രണത്തോടു കൂടി നിങ്ങൾ ടോപ്പിക്സ് സെലക്ട് ചെയ്യുക. ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടോപ്പിക്സ് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. പിന്നെ സിലബസും SCERTയും ഒരുപോലെ എടുത്തിട്ട്, ഫോർ എക്സാമ്പിൾ ഗാന്ധിജിയുടെ ടോപ്പിക്, കൂടുതലായിട്ടും ഗാന്ധിജിയുടെ ടോപ്പിക് സിലബസിൽ ഉണ്ടെങ്കിലും SCERT ബേസ്ഡ് ആയിട്ടായിരിക്കും PSC ചോദിക്കുന്നത്. അപ്പൊ രണ്ടും കൂടി ക്ലബ് ചെയ്ത് പഠിച്ചു പോണേ. അപ്പം നിങ്ങൾ സിലബസ് മാത്രം ഇങ്ങനെ കവർ ചെയ്ത് പോരുത്, അതുമായിട്ട് ബന്ധപ്പെട്ട SCERT ചാപ്റ്ററും കൂടെ തന്നെ പഠിച്ചു പോകണം. അങ്ങനെ വ്യക്തമായ ആസൂത്രണം ഉണ്ടായിരിക്കണം. ആ ഒരു വ്യക്തമായ ആസൂത്രണം ഉള്ളതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് തന്നെ ഗവൺമെന്റ് ജോലിയിലേക്ക് എത്താൻ സാധിച്ചത്. അപ്പൊ ആ ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്യണം, അതാണ് എടുത്തു പറഞ്ഞത്. ഓക്കെ, അപ്പൊ വ്യക്തമായ ആസൂത്രണം ഉണ്ടായിരിക്കണം. അപ്പൊ ആദ്യത്തെ പോയിന്റ് ലക്ഷ്യബോധം, രണ്ടാമത് ആസൂത്രണം. അപ്പൊ ആസൂത്രണം ചെയ്തു, ലക്ഷ്യബോധവും ഉണ്ട്, അത് മാത്രം മതിയോ? പ്രവർത്തനം വേണം. അപ്പൊ നിങ്ങൾ ഇപ്പൊ ടൈം ടേബിൾ ഒക്കെ വ്യക്തമായ ടൈം ടേബിൾ ഉണ്ടാക്കി, ഇപ്പൊ ഫോർ എക്സാമ്പിൾ രാവിലെ 6 മണി മുതൽ 10 മണി വരെയാണ്, ഒരു ദിവസം രാവിലെ 6 മണി മുതൽ 10 മണി വരെയാണ് നിങ്ങൾ സ്റ്റഡി ടൈം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നതെങ്കിൽ അത് പ്രാവർത്തികമാക്കണം. അപ്പൊ ഓരോ സമയം, ഇപ്പൊ 6 മണി തൊട്ട് 7 മണി വരെ ഏത് ടോപ്പിക് ആണ്, അങ്ങനെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൈം ടേബിൾ കറക്റ്റ് ആയിട്ട് പ്രാവർത്തികം ആക്കാൻ വേണ്ടി നോക്കണം. ഓക്കെ, അപ്പൊ വെറുതെ ടൈം ടേബിൾ ഉണ്ടാക്കി എല്ലാം സെറ്റ് ആണ് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് നിങ്ങൾ പ്രായോഗികമാക്കണം, അല്ലെങ്കിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് വിജയത്തിന്റെ അടിത്തറ: ലക്ഷ്യബോധം, ആസൂത്രണം, പ്രവർത്തനം. ഓക്കെ, അപ്പോ എല്ലാം സെറ്റ് അല്ലേ? അപ്പോ ഈ ഒരു രീതിയിൽ തന്നെയാണ് നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഈ 3 സ്റ്റെപ്പും ഫോളോ ചെയ്ത് തന്നെയാണ് നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ എല്ലാ കോഴ്സുകളും ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ അടുത്ത ആഴ്ച തന്നെ നമ്മൾ VFA, ബെഫ്കോ LD, അതുപോലെ CPO, WCPO, ഫയർമാൻ മുതലായ ബാച്ച് കോഴ്സുകളുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ അവൈലബിൾ ആണ്, 10% ഡിസ്കൗണ്ട് എല്ലാ കോഴ്സിനും ഉണ്ടായിരിക്കും. VFA, ബെഫ്കോ LD ഒക്കെ ഫീസ് വളരെ തുച്ഛമായിട്ടുള്ള ഫീസേ ഉള്ളൂ, 1799. എക്സാം കഴിയുന്നത് വരെ, 2 പരീക്ഷയുടെയും എക്സാം കഴിയുന്നത് വരെ കോഴ്സിന്റെ വാലിഡിറ്റിയും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ കയറി ചെക്ക് ചെയ്തോളാം. കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 24/7 ആപ്പിന്റെ ആക്സസിബിലിറ്റി ഉണ്ടായിരിക്കും. അതുപോലെ ആപ്പിൽ ക്ലാസ് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡയറക്ട്ലി എന്നോട് തന്നെ ചോദിക്കാനുള്ള ചാറ്റ് ഓപ്ഷനും അവൈലബിൾ ആണ്. അപ്പോ 2026 തന്നെ ജോലി വാങ്ങാൻ എല്ലാവരും റെഡി ആണോ? റെഡി ആണെങ്കിൽ യെസ് എന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.